ലിജോ, ഇന്നിപ്പോൾ സമ്മേളനത്തിന്റെ കൊടിയിറക്കമാണ്. ഈ അവസാന ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ആകർഷണവും പൊതുസമ്മേളനം തന്നെയാണ്. പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ കോട്ടയിൽ ഒരിക്കൽ കൂടി ശക്തി തെളിയിക്കുക എന്ന് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ആ നിലയ്ക്ക് എത്ര കണ്ട ആളുകൾ ഈ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകരെ ഉൾക്കൊള്ളാൻ ഏതെല്ലാം തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ലിജോ? സൈഫുദ്ദീനെ, ഞാനിപ്പോൾ ഉള്ളത് ഈ സമാപന സമ്മേളനം, അതായത് പൊതുസമ്മേളനം നടക്കുന്ന കൊല്ലം ആശ്രമ മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിലാണ്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ആ വേദി നമുക്ക് കാണാം. ആ വേദിയിൽ നിന്നും, അതായത് ഇവിടെ ലക്ഷങ്ങൾ വന്നാൽ പോലും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു വേദിയാണ് ആശ്രമ മൈതാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നു. ഒപ്പം തന്നെ സൈഫുദ്ദീൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്ന, അതായത് 5 മണിക്കാണ് സമാപന സമ്മേളനം എങ്കിൽ പോലും രാവിലെ തന്നെ വിവിധ ദൂരെ നിന്നുള്ള പല ജില്ലകളിൽ നിന്നുമുള്ള CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ദൂരെ നിന്നുള്ള പ്രവർത്തകരാണ് ആദ്യം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ കാര്യം അവർക്ക് മുന്നിലേക്കൊക്കെ ഇരിക്കുക, അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ട്രെയിനിൻ്റെയൊക്കെ സമയം നോക്കി ആളുകൾ നേരത്തെ എത്തിയിട്ടുണ്ട്. 3 മണിക്ക് ആദ്യം നടക്കുന്നത് റെഡ് വോളണ്ടിയർ മാർച്ചാണ്. റെഡ് വോളണ്ടിയർ മാർച്ചിൽ ഏകദേശം 25,000 റെഡ് വോളണ്ടിയേഴ്സിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പല ഭാഗത്ത് മാർച്ചായിട്ട് ആശ്രമ മൈതാനിയിലേക്ക് 3 മണിയോടുകൂടെ അത് ആരംഭിച്ച് അവിടേക്ക് എത്തും. 5 മണിക്കാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും വന്ന കുറച്ച് CPM പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? നാദാപുരം. ഇത് എത്ര സംസ്ഥാന സമ്മേളനം ഇങ്ങനെ കാണാൻ വരുന്നത് എത്രാമത്തെ തവണയാണ്? ഇത് എറണാകുളത്ത് പോയിട്ടുണ്ട്, ആലപ്പുഴ, അതുപോലെ തന്നെ പിന്നെ മലപ്പുറം ജില്ല, അങ്ങനെ കണ്ണൂര്. ഒരു സംസ്ഥാന സമ്മേളനം എവിടെ നടന്നാലും നമുക്ക് ഇവിടെ എത്തുക, മിക്കവാറും അവിടെ എത്തിച്ചേരും. അതാണ്. എവിടെന്നാ വരുന്നേ? കണ്ണൂർ. രാവിലെ തന്നെ പുറപ്പെട്ടു? രാവിലെ 5 മണിക്ക് ഇവിടെ എത്തിയായിരുന്നു. 5 മണിക്ക് എത്തി. എങ്ങനെയാ നമുക്ക് ഈ ഒരു സംസ്ഥാന സമ്മേളനമൊക്കെ നമ്മുടെ പാർട്ടിയുടെ നടക്കാന്ന്? തീർച്ചയായിട്ടും. അതായത് എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ കൂറുള്ള ഒരാളുമാണ്. പാർട്ടി തലത്തിലൊക്കെ പല ഇതിലും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ വന്നതാണ്. മലപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്തു, തൃശ്ശൂർ സമ്മേളനത്തിൽ പങ്കെടുത്തു, കോട്ടയം സമ്മേളനത്തിൽ പങ്കെടുത്തു, ആലപ്പുഴയിൽ പങ്കെടുത്തു, എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമ്മേളനം ഇന്നത്തെ സമാപിക്കുമ്പോൾ പിണറായി സർക്കാരിൻ്റെ 8.5 വർഷത്തെ നല്ലൊരു ഭരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഇതായിരിക്കും. ഇനി വരാൻ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇതൊരു ഇച്ഛാശക്തിയായി മാറും. ഇനിയും തുടർ 3ാം ഭരണത്തിലേക്ക് പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പല സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ആശ്രമ മൈതാനി പോലെ ഇത്രയും വലിയൊരു സ്ഥലം എന്ന് പറഞ്ഞില്ല, കണ്ടില്ല. ആശ്രമ മൈതാനി ഇത്രയധികം സൗകര്യമുള്ളൊരു സ്ഥലം ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ ഒരുപാട് സമ്മേളനത്തിൽ പോയതാണ്. ഇവിടെയും പല സ്ഥലത്തും. പിന്നെ കണ്ണൂർ സ്റ്റേറ്റ് സമ്മേളനം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മലപ്പുറം പോയിട്ടുണ്ട്, പിന്നെ ആലപ്പുഴ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തത്തിലൊരു ക്രമീകരണങ്ങളൊക്കെ? വളരെ നന്നായിട്ടുണ്ട് ക്രമീകരണങ്ങൾ. വളരെ ഇതാണ്. ഞങ്ങൾ ഇവിടെ ടൗൺ ഹാളിൽ ഇവിടെ പോയിരുന്നു. നല്ല ക്രമീകരണങ്ങളാണ്. എല്ലാം ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനുള്ള നല്ല ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സന്ദർശിക്കണം. അതിനാണ് ഞങ്ങൾ കൊല്ലം ജില്ലക്കാർ ഇത് ഏറ്റെടുത്തിട്ട് കഴിഞ്ഞു. അത് MV ഗോവിന്ദൻ പറഞ്ഞ അങ്ങനെയാണ്. ഏറ്റവും അധികം ഇടതുപക്ഷ മനസ്സുള്ളത് കൊല്ലത്തെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാൻ മലപ്പുറം. രാവിലെ തന്നെ എത്തി? രാവിലെ അല്ല, ഇന്നലെ രാത്രി പോന്നു. ഇന്നലെ തന്നെ എത്തി? അല്ല, രാവിലെ എത്തി, ഇന്നലെ രാത്രി പോന്നു. എങ്ങനെയാ ഇവിടെ ഒരു പ്രതീക്ഷ? ഒരു വലിയ സംഭവമാണ് കൊല്ലം. ഇതുപോലൊരു ഗ്രൗണ്ടൊന്നും മറ്റ് ഒരു ജില്ലയിലും കിട്ടില്ല. സൈഫുദ്ദീൻ, ഇവരെല്ലാം ഒരേ മനസ്സോടെ പറയുന്നത് തന്നെയാണ്. കൊല്ലത്ത് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ഇവരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ആയിരിക്കുന്നത്. കാരണം വലിയൊരു ഗ്രൗണ്ടാണ്, ഇവിടെ വിപുലമായ ക്രമീകരണങ്ങൾ. ഒപ്പം തന്നെ എല്ലാവരും രാവിലെ എത്തുന്ന ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചരിത്ര പ്രദർശനം നടക്കുന്നുണ്ട്. ഈ പ്രവർത്തകർ, അതായത് കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം, കമ്മ്യൂണിസ്റ്റ് ചരിത്രം എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന വിവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷമായിരിക്കും ക്രമീകരണങ്ങൾ ഒരുക്കുക. ഇവിടേക്ക് 5 മണി, അതായത് 5 മണിക്ക് സമ്മേളനം നടക്കുമെങ്കിലും 11 മണിയോടുകൂടെ ഗതാഗത ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഏകദേശം 3000 ബസ്സാണ് കൃത്യമായൊരു കണക്ക് പല ലോക്കൽ കമ്മിറ്റി നിന്നുമൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ എത്തി. അതായത് 3000 ബസ് കൃത്യമായൊരു കണക്കിലെത്തുന്നു. പക്ഷെ മറ്റ് വാഹനങ്ങൾ എത്ര എത്തുന്നുള്ളത് ആ സമയത്ത് മാത്രമേ അറിയുള്ളൂ. പോലീസും വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത് കൃത്യമായി നടന്നു പോകാനും ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി ലിജോ.